ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ സംഭവത്തിൽ ഒരു ഇന്ത്യൻ യൂട്യൂബറെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഹരിയാന ഹിസാർ സ്വദേശി ജ്യോതിയാണ് അറസ്റ്റിലായത്. ആരാണ് ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണി? ഹരിയാനയിലെ ഹിസാർ സ്വദേശിനി. ട്രാവൽ വ്ലോഗറായതോടെ പ്രശസ്തയായി. ട്രാവൽ വിത്ത് ജോ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ഉടമയാണ്. യൂട്യൂബിൽ ഇവർക്ക് 3,81,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അന്താരാഷ്ട്ര യാത്രാ വിവരങ്ങളാണ് കൂടുതലും പങ്കുവയ്ക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഒന്നിലധികം വ്ലോഗുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള അവരുടെ ഏറ്റവും പുതിയ വീഡിയോകൾ കഴിഞ്ഞ മാസമാണ് പോസ്റ്റ് ചെയ്യപ്പെട്ടത്. താൻ സാംസ്കാരിക അംബാസിഡർ ആണെന്നാണ് ജ്യോതി സ്വയം അവകാശപ്പെടുന്നത്. പാകിസ്ഥാൻ ഇന്റലിജൻസിന് ജ്യോതി സുപ്രധാന വിവരങ്ങൾ കൈമാറിയെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ജ്യോതി യൂട്യൂബിൽ പങ്കുവച്ച ഓരോ വീഡിയോയും അന്വേഷണ സംഘം സൂക്ഷ്മതയോടെ പരിശോധിക്കുകയാണ്. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോയും ജ്യോതി പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് പ്രത്യേക ക്ഷണപ്രകാരം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ വീഡിയോയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി ഇടപഴകുന്നതും കാണാൻ സാധിക്കും. ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളതുപോലെയാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡാനിഷ് വഴിയാണ് ജ്യോതി നിർണായക വിവരങ്ങൾ ചോർത്തിയത്. മെയ് 13 ചാരവൃത്തി ആരോപിച്ച സർക്കാർ ഡാനിഷിനെ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിക്കുകയും പുറത്താക്കുകയും ചെയ്തിരുന്നു. 2023 പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് മൽഹോത്ര ഡാനിഷുമായി അടുത്ത ബന്ധം വളർത്തിയെടുത്തിരുന്നുവെന്നും കമ്മീഷൻ ഏജന്റുമാർ വഴി വിസ നേടിയെടുത്തതായും അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജ്യോതിയെ നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടുത്തിയത് ഡാനിഷ് ആണെന്നാണ് ആരോപണം. 2023 പാകിസ്ഥാൻ സന്ദർശിക്കുന്ന വീഡിയോ ജ്യോതി യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഓരോ തെരുവോരങ്ങളിലും പോയി ജ്യോതി വീഡിയോ പകർത്തിയിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പാക് ഹൈക്കമ്മീഷൻ നടത്തിയ പരിപാടിയിലെത്തുന്ന ജ്യോതിയെ സ്വീകരിക്കാൻ മുൻപിലുണ്ടായിരുന്നത് ഡാനിഷ് തന്നെയായിരുന്നു. ജ്യോതിയെ വേദിയിലേക്ക് കൊണ്ടുപോകുന്നത് ഡാനിഷാണ്. ഇവർ തമ്മിൽ നേരത്തെ അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത്. അവിടെ ഒരുക്കിയ ക്രമീകരണങ്ങൾ കണ്ട് ഡാനിഷിനോട് സന്തോഷം പ്രകടിപ്പിക്കാനും ജ്യോതി മറക്കുന്നില്ല. പരിപാടിയിൽ പങ്കെടുത്ത മറ്റതിഥികളെ ഡാനിഷ് തന്നെയാണ് ജ്യോതിക്ക് പരിചയപ്പെടുത്തിയത്. ഇവർ ഒരു യൂട്യൂബറും ബ്ലോഗറുമാണെന്ന് പറഞ്ഞാണ് ഡാനിഷ് പരിചയപ്പെടുത്തുന്നത്. പേര് ജ്യോതി എന്നാണെന്നും ഇവരുടെ ചാനലിന് 1,00,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നും ഡാനിഷ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ സമയത്ത് ഡാനിഷ് തന്റെ ഭാര്യയെ ജ്യോതിക്ക് പരിചയപ്പെടുത്തി. അവർ പാകിസ്ഥാൻ ദേശീയ ദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും വീഡിയോയിൽ കാണാം. 2023 പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള വിസയ്ക്കായി പോയപ്പോഴാണ് ഡൽഹിയിലെ ഹൈക്കമ്മീഷനിൽ വെച്ച ഡാനിഷിനെ ഇവർ പരിചയപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാകിസ്ഥാനിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കിയത് റഹീമിന്റെ പരിചയക്കാരൻ അലി അഹ്വാൻ വഴിയായിരുന്നു. പിന്നീട് ഒരിക്കൽ കൂടി അവർ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. അലി അഹ്വാൻ വഴി പാകിസ്ഥാൻ സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായ ഷാക്കിർ, റാണ ഷഹബാസ് എന്നിവരെ പരിചയപ്പെട്ടു. ഷാക്കിറിന്റെ മൊബൈൽ നമ്പർ സംശയം തോന്നാതിരിക്കാൻ ജാഡ് രൺധാവ് എന്ന പേരിലാണ് ജ്യോതി സേവ് ചെയ്തത്. ഇന്ത്യയിലെത്തിയ ശേഷം വാട്സാപ്പ്, സ്നാപ്ചാറ്റ്, ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി പാക് ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടു. ദേശവിരുദ്ധ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇതിനിടയിൽ റഹീമിനെ പലതവണ കണ്ടുമുട്ടിയെന്നും ജ്യോതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ അപകടത്തിലാക്കിയതിനും പാകിസ്ഥാൻ പൗരനുമായി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവച്ചതിനുമാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.